പാമ്പുകൾക്കും ആളമുണ്ടേ, പറവകൾക്ക് ആകാശമുണ്ടേ, ഒരു 5 മണിക്കൂർ കുട്ടികൾ ഇരിക്കണ്ട ഇവിടെ. അത് എങ്ങനെ ഇരിക്കണ്ടേ? അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല, മറിയാൻ പാടില്ല. ഒരു ബെഞ്ചിൽ 5 കുട്ടികളോ 6 കുട്ടികളോ ഉണ്ടാവും. വന്നു ഞാൻ എവിടേക്കു പോന്നു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. ആർക്കും ആരെയും അനുകരിക്കാൻ കഴിയില്ല എന്ന് ബഷീർ സാറിൻ്റെ സുജീവനം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തെ പോലുള്ള ഒരു അധ്യാപകൻ നമ്മുടെ വിദ്യാലയത്തിൽ വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ 3-4 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം DO ആയി, DD ആയി. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ പല മാറ്റങ്ങൾക്കും വേണ്ടി ശ്രമിച്ചൊരു മനുഷ്യൻ കൂടിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ച ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിട്ട് വിരമിച്ച ബഷീർ സാറ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്? എന്തൊക്കെയാണ് ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ? 83-84 ഞാൻ നോക്കണത് വേണമെങ്കിൽ. എങ്ങനെയായിരിക്കും? 83-84 ശ്യാമള ടീച്ചറുകളൊക്കെ അല്ല, എൻ്റെ മുമ്പ്. അതിന് മുമ്പുണ്ട്. ശ്യാമള ടീച്ചർ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് വന്നത്. ടീച്ചർ 85-ലെറ്റ് തോന്നുന്നു. അതെ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് അതിൻ്റെ മുമ്പ് ഞാൻ വേങ്ങര സ്കൂളിലായിരുന്നു. ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്ത സ്ഥലം എന്നുള്ള എനിക്ക് വേങ്ങരയായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ റിസർച്ച് ഒഴിവാക്കി തിരിച്ച് ഇങ്ങോട്ട് പോരാനായിട്ട് നോക്കിയപ്പോഴാണ് പിന്നെ മലപ്പുറത്ത് പിന്നെ ഇങ്ങനെ വെട്ടത്തൂർ സ്കൂളിലേക്ക് വന്നത്. അങ്ങനെ വെട്ടത്തൂർ സ്കൂളിൽ വന്നു. വെട്ടത്തൂർ സ്കൂളിൽ വന്നപ്പോൾ അപ്പോൾ അന്ന് വരെ ഈ പരിഷത്തോ അല്ലെങ്കിൽ പിന്നെ സയൻസ് ക്ലബ്ബോ തമ്മിൽ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ടായില്ല. അത് ഞാൻ വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. ആദ്യമായിട്ട് കുട്ടികളെ ഈ സയൻസ് ഫെയറിന് കൊണ്ടുപോയി മലപ്പുറത്തൊക്കെ. അന്ന് മലപ്പുറത്തായിരുന്നു സയൻസ്. അങ്ങനെ അവിടെ വന്ന് അവിടെ ഒരു 4 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ DEOയുടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതിന് വെറുതെ പോയി നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ എല്ലാ പരീക്ഷയും എഴുതുമായിരുന്നു. അന്ന് PSCയുടെ വെറുതെ പരീക്ഷ എഴുതുക എന്നുള്ളൊരു നമ്മളൊരു എഴുതി. പഴയ കുട്ടികളും ഇപ്പോഴത്തെ AI യുഗത്തിലെ കുട്ടികളും തമ്മിലൊരു താരതമ്യമുണ്ടോ? എനിക്ക് കുട്ടികളെല്ലാം ഒരേപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലത്തിൻ്റെതായ മാറ്റം ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും കുട്ടികളുടെ ഫണ്ടമെൻ്റലായിട്ട് ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസും അവരുടെ ശേഷികളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് കുട്ടികളായിട്ട് ബന്ധമില്ലല്ലോ. പിന്നെ ഈ പുതിയ ഉപകരണമായ മൊബൈൽ എന്തൊക്കെ പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ള എനിക്കറിയില്ല. ഉണ്ടാവുമല്ലോ എന്തായാലും പുതിയ എല്ലാ ഉപകരണങ്ങൾക്കും അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ട് ആദ്യം എവിടെയായിരുന്നു നിയമനം? ആയിട്ട് ഞാൻ ആദ്യം ഞാൻ അവിടുന്ന് നേരെ വന്നിട്ട് അവിടുന്നാണ് ഞാൻ പരീക്ഷ എഴുതിയത്.
പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡി ആയിട്ടുള്ള ഇതുണ്ടായത്, ഈ നമ്മളെ ലിസ്റ്റിൽ വന്നത്. ലിസ്റ്റിൽ വന്ന് 3-4 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പിന്നെ ഞങ്ങൾക്ക് 2 വർഷം ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് പല ഭാഗത്തുണ്ടായിരുന്നു, പല ഭാഗത്തും ട്രെയിനിങ് നടന്നു. അതിൽ പെരിന്തൽമണ്ണ ഓഫീസായിരുന്നു ഒന്ന്, പിന്നെ പാലക്കാട് DE ഓഫീസായിരുന്നു ഒന്ന്. അങ്ങനെ ഓരോ സ്ഥലത്തും കുറേശ്ശൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ തൃശ്ശൂരിൽ DO ആയി 91-90 അവിടുന്ന് പിന്നെ പാലക്കാട്ടേക്ക് വന്നു. പാലക്കാട്ടിൽ നിന്ന് ഞാൻ പിന്നെ അന്ന് ഈ സാക്ഷരത ഉണ്ട്, അപ്പോൾ ഞാൻ ഈ അഡൾട്ട് എഡ്യൂക്കേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് തസ്തിക പാലക്കാടുണ്ട്. പ്രത്യേകിച്ച് ഈ അട്ടപ്പാടിയിലെ ആദിവാസികളൊക്കെ ഉള്ളതുണ്ട്. മാത്രമല്ല നമ്മൾ പിന്നെ DO ആയിട്ട് ഇരിക്കുക നല്ല പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ അഴിമതിക്കും അല്ലെങ്കിൽ കൈക്കൂലിക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അത്ര വലിയ ഒന്നുകിൽ കണ്ണടക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളതിനെ നേരിടണം. അപ്പോൾ നമ്മളെ സ്വഭാവം അനുസരിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഒഴിവായി, മെയിൻ സ്ട്രീമൊന്ന് ഒഴിവായിട്ട് ഞാൻ അഡൾട്ട് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാക്ഷരതയൊക്കെ ആയതുകൊണ്ട് അന്ന് സാക്ഷരതാ യജ്ഞം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള. സാറ് ഡെപ്യൂട്ടി ഡയറക്ടറും അതുപോലെ ജോയിൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ടല്ലേ സാറ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്? ഇല്ല, DD ആയിട്ടാണ് പിരിഞ്ഞത്. സാറ് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കുമ്പോൾ കുട്ടികളെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഇറക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താണ്? യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനുസരിച്ച് പഠനം എന്നൊക്കെ പറയുന്ന സാധനം നടക്കുന്നതും, അല്ലെങ്കിൽ പിന്നെ ഒരു കുട്ടികളെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കാനായിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യുന്നതൊന്നും അതിലൊന്നും യഥാർത്ഥത്തിൽ മർദ്ദനത്തിനൊന്നും ഒരു സ്ഥാനമില്ല. അവരുടെ ആ ഓർഡറിൻ്റെ പത്രവാർത്തകൾ കുട്ടികൾ വെട്ടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ഉഗ്രൻ ഓർഡറായിരുന്നു അത്. ആ ഓർഡർ പിന്നെ നമ്മളൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. അത് ഓർഡർ ഒറീസ ഗവൺമെൻറ് ആ ഓർഡർ കോട്ട് ചെയ്തു. അവർ എന്നിട്ട് പിന്നെ അവിടെ പിന്നെ ഇതേപോലെ കോർപ്പറൽ പണിഷ്മെൻറ്റ് നിർത്തിയതായിട്ട് പിന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. അതുണ്ടാക്കി. ഇന്ത്യ ലെവലിൽ വരെ പിന്നെ അത് നിരോധിച്ചല്ലോ. കോർപ്പറേറ്റ് പണി. സാരൊരിക്കലൊരു സ്വാഭാവികമായ ഒരു പ്രതികരണത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, അതായത് ഇപ്പോൾ ഇന്ന് ക്ലാസ്സില്ല എങ്കിൽ ആ കുട്ടികളെ ആ വിവരം അറിയിക്കുന്നത് സാറായിരിക്കും. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രതികരണം, കുട്ടികളുടെ ഒരു പ്രതികരണം, അവരുടെ സന്തോഷം, അത് ഒരു വലിയ കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ ഒരു അനുയോജ്യ വിദ്യാഭ്യാസം പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ ഇറക്കി. അതിലാദ്യം തന്നെ ഞാൻ പറയുന്ന ആ കാര്യമാണ്. അതായത് കുട്ടികളുടെ ആവേശം ഉണ്ടല്ലോ, ഇല്ല എന്ന് പറയുമ്പോഴേ അത് നോക്കിയിട്ടുണ്ട് നിങ്ങൾ, ഭയങ്കരമാണ്. അതായത് ആ ഒരു യഥാർത്ഥ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷമില്ലേ അവർക്ക്. അത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. മാത്രമല്ല ഞാൻ പലപ്പോഴും കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതും സ്കൂളിൽ നിന്ന് തിരിച്ച് ബെല്ലടിച്ചിട്ട് പോകുന്നതും നോക്കാറുണ്ട്. അപ്പം ഉണ്ടാകുന്ന കുട്ടികളുടെ മുഖത്തുള്ള ആ പ്രകാശം ഉണ്ടല്ലോ, അതേ പ്രകാശം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കണക്കിലൊരു സങ്കീർണമായ ഒരു വിഷയമാണ് വിചാരിച്ചോളൂ, അത്
അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ശരിക്കും മനസ്സിലായാൽ അതേപോലെ ഒരു ഈ പ്രകാശം കുട്ടികളുടെ മുഖത്ത് കാണാം. മനസ്സിലായ കുട്ടികൾക്ക് കിട്ടാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ അനുയോജ്യ വിദ്യാഭ്യാസം എന്ന പുസ്തകത്തിൽ ഞാൻ ആദ്യം തന്നെ തുടക്കം അതാണ്. നിങ്ങളാരെങ്കിലും കുട്ടികൾ സ്കൂൾക്ക് വരുന്നതും പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂൾക്ക് വരുന്നത് നടന്നിട്ടായിരിക്കും, നേരെ മറിച്ച് പോകുന്നത് ഓടിയിട്ടായിരിക്കും. അത് പ്രത്യേകിച്ചും ആരോഗ്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇങ്ങോട്ട് നടന്ന് അവരുടെ ആ ആവേശം, ആ ഒരു ലിബറേഷനാണ് അത് കാണിക്കുന്നത് അർത്ഥം. അപ്പോൾ അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ എന്ന ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ തലച്ചോറുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനത്തേതുള്ള കുട്ടികളും ഹ്യൂമൻ ബ്രെയിനുമായിട്ടുള്ള ഈ കുട്ടികൾ വരുന്നത്, ആ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായ ഒരു ചാലഞ്ചിങ് ആയ ഒരു പ്രശ്നം ഇട്ട് കൊടുത്താൽ അതിനെ നേരിടാനുള്ള ആ കഴിവുള്ളതാണ് ഈ കുട്ടികൾക്കൊക്കെ. അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുകയായിരുന്നെങ്കിൽ കുട്ടികൾ ഇങ്ങോട്ട് ഓടി വരും. അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ നമുക്ക്. എന്തൊരു സങ്കടം നോക്കണേ. നമ്മളിപ്പോഴും ആ പ്രജകളെ വിദ്യാഭ്യാസം, പ്രജകൾ എന്ന് പറഞ്ഞാൽ എന്താ, അവനെ ഒടുക്കണം. ഈ ഒതുങ്ങാനും ഒടുക്കാനും അവൻ്റെ മാനസികമായും ശാരീരികമായിട്ടുള്ള ആ ഒതുക്കാനുള്ള ജയിലുകളാണ് ശരിക്കും സ്കൂളുകൾ. ആ 8 മണിക്കൂറാണ് കുട്ടി, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കുട്ടികൾ ഇരിക്കേണ്ട ഇവിടെ. അത് എങ്ങനെ ഇരിക്കേണ്ടത്? അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല, മറിയാൻ പാടില്ല. ഒരു ബെഞ്ചിൽ 5 കുട്ടികളോ 6 കുട്ടികളോ ഉണ്ടാവുക. അങ്ങോട്ടും അങ്ങോട്ട് തിരിയാൻ പോലും പാടില്ല. അവൻ അവിടെ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് മിണ്ടാൻ പാടില്ല. സംസാരിക്കാനും അല്ലെങ്കിൽ ഭാഷയെ പഠിപ്പിക്കണ, എന്നിട്ട് മിണ്ടാൻ പാടില്ല. ഇത് എന്തിനാണ്? ഇതൊക്കെ ആവശ്യമാണ് ആർക്ക്? വെള്ളക്കാരന്. അതായത് നമ്മളെ മാനസികമായും ബുദ്ധിപരമായും ഒതുക്കുക എന്നുള്ളത് അവൻ ആവശ്യമായിരുന്നു, പ്രജ എന്നുള്ള നിലക്ക്. പക്ഷേ നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന സാധനം കിട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് പോലും അത് കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, കയ്യിൽ കിട്ടിയ ആൾക്കാർ, അതായത് നമ്മളെ പിന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അപ്പോഴേക്കും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയതായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്താകെ ഒരേ ഒരു വിദ്യാഭ്യാസമുണ്ട്, ഈ വെള്ളക്കാരൻ്റെ പ്രജാവിദ്യാഭ്യാസം. അതല്ലാത്ത വേറൊരു വിദ്യാഭ്യാസം ഇല്ല. കാരണം വെള്ളക്കാരനാണ് ലോകത്തിലെ ഏറ്റവും സംസ്കാരമുള്ളവനും ഏറ്റവും അന്തസ്സുള്ളവനും ഏറ്റവും കൂടുതൽ പിന്നെ വികസിച്ചവനെന്നുള്ള ബോധം അവനെ ഉണ്ടാക്കാൻ ഈ വിദ്യാഭ്യാസം. ഐസോൾ എന്താണ് സാർ ഐസോൾ? അതായത് ഇൻ സെർച്ച് ഓഫ് ലേണിംഗ് എക്സലൻസ്, ഉദാത്ത ബോധന തീരം തേടി എന്നായിരുന്നു നമ്മൾ അതിന് പേരിട്ടിരുന്നത്. അല്ല, അത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. യഥാർത്ഥ ഇന്നത്തെ സൈക്കോളജിക്കൽ ഇൻവെൻഷൻസ് ഉണ്ടല്ലോ, അതായത് മനഃശാസ്ത്രപരമായ നമ്മുടെ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കുഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ലോകത്ത് പ്രതികരിക്കുന്നത്, പ്രത്യേകിച്ചും മാനസികമായ വൈജ്ഞാനികമായ തലത്തിൽ എങ്ങനെയൊക്കെയാണ് അവൻ വളരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള
കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂളിൽ വേണ്ടത്. സ്കൂളിൽ വേണ്ടത് ഒരു കുഞ്ഞ് ഒരാളോട് എങ്ങനെ കോപിക്കുന്നു, ഒരാൾ പറഞ്ഞത് എങ്ങനെ കേൾക്കുന്നു, മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ ഇതൊക്കെയല്ലേ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. അല്ലെ സത്യം പറഞ്ഞാലും അസത്യം പറഞ്ഞാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണില്ല. എന്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വസ്ത്രം നെയ്യുക, മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും നമ്മളെ സ്കൂളിൽ ഇതുവരെ പഠിപ്പിച്ചില്ല. അല്ല, എന്തൊക്കെ കാര്യം അതിലൊക്കെ ഇല്ലേ സയൻസും കണക്കൊക്കെ. ഇതിലൊക്കെ സയൻസിലും കണക്കും കെമിസ്ട്രിയും ഫിസിക്സും ഇല്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മളെ സമൂഹത്തിലും നമ്മളെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ടല്ലാതെ പൂർണ്ണമായിട്ടും ജീവിതമായിട്ട് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം, ഒരു ലോകം ഉണ്ടാക്കുക എന്നുള്ളത് വെള്ളക്കാരന് അത്യാവശ്യമായിരുന്നു. കാരണം അവന് നമ്മളെ ആശ്രിതനായിട്ടിരിക്കണം. അതേപോലെ നമ്മൾ കൂടുതൽ വലിയ ആളാവണമെന്ന് വിചാരിച്ചിട്ടല്ല അവർ ഈ വിദ്യാഭ്യാസം തുടങ്ങിയത്. അവന് കുറച്ച് ക്ലർക്കുമാർ വേണം, കുറച്ച് ഒരു പറഞ്ഞാൽ കേൾക്കണ പട്ടാളക്കാർ വേണം, പോലീസുകാർ വേണം, ശിപ്പായിമാരെ വേണം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഈ മേഖലയിൽ അടിമത്തമുണ്ടെന്നാണോ സാറ് പറയുന്നത്? 100% അതാണ്. അതായത് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ രീതിയിൽ ഇന്നേ വരെ ഒരു ഗൗരവപൂർണമായ ചർച്ച പോലും, അതായത് പ്രജാവിദ്യാഭ്യാസവും പൗരവിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്നത് എന്നുള്ള ഒരു സംവാദം പോലും നടന്നിട്ടില്ല ഇതുവരെ. അതായത് എന്താണ് പൗരവിദ്യാഭ്യാസം, എന്താണ് പ്രജാവിദ്യാഭ്യാസം, എന്താണ് പ്രജാവിദ്യാഭ്യാസത്തിൽ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഉടമകൾ എന്തായിരുന്നു നമ്മൾക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്ന സ്വഭാവങ്ങൾ. ആ സ്വഭാവങ്ങൾ തന്നെയാണ് ശരിക്കും ഒരു പൗരനും ആവശ്യം. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം ആണെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നേടേണ്ടതെന്നുണ്ടാവുമല്ലോ, ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഈ ലക്ഷ്യം കൃത്യമായിട്ട് നിശ്ചയിക്കുക. ആ ലക്ഷ്യം നേടാൻ ഇത് നടക്കുമെന്ന് നോക്കുക. ഇത് ഇന്ന് വരെ നോക്കിയിട്ടില്ല. സ്കൂൾ വലിയ നല്ല കെട്ടിടാക്കി, സ്മാർട്ട് റൂമാക്കി, എയർ കണ്ടീഷൻ ചെയ്തു, അതേപോലെ തന്നെ ബോർഡ് നന്നാക്കി. ഇതല്ലാതെ അതിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് നേടുന്നുണ്ടോ? നമ്മൾ കുട്ടികളെ ഒരു സ്വാർത്ഥത ഇല്ലാതാക്കാനാണോ ഈ സ്കൂളിൽ വരുത്തുന്നത്? ഈ പരീക്ഷകൾ കൊണ്ട് ഈ മാർക്കുകൾ കൊടുത്ത് കുട്ടികളെ വിഭജിച്ചുകൊണ്ട് സ്വാർത്ഥത ഉണ്ടാവുകയാണോ ചെയ്യുക, ഇല്ലാതാവുകയാണോ ചെയ്യുക? കളവ് ചെയ്യാൻ പഠിപ്പിക്കുകയാണോ ചെയ്യുക, സത്യം പറയാൻ പഠിപ്പിക്കുകയാണോ ചെയ്യുക? ഇങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയും നമ്മളെ മന്ത്രിയല്ല പറഞ്ഞത്, വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നു 9ാം ക്ലാസ് മുതൽ ഇനിയും പരീക്ഷ തോൽപ്പിക്കലും ജയിപ്പിക്കലും ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കി. 8 കൊല്ലം ഈ കുട്ടികളുടെ ഏറ്റവും നല്ല കാലം നശിപ്പിച്ചിട്ടാണ്. ആ കുട്ടികൾക്കുള്ള അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? ഈ 8 കൊല്ലം 10 മുതൽ 5 വരെ, 10 മുതൽ 4 വരെ ഇവരെ ജയിലിൽ ഇരുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ?